മാസപ്പടി കേസ് ആയുധമാക്കി പിണറായി വിജയനെതിരെ കടുത്ത നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന വിവരവും പുറത്തുവരികയാണ്. റിയാസിന് പിന്നാലെ അന്വേഷണം പിണറായിയിലേക്ക് എത്തുമെന്ന് അത് മുന്നിൽ കണ്ടാണ് നീക്കം. പിണറായി പ്രതിപക്ഷ നേതൃപദവി ഒഴിയണമെന്ന ആവശ്യം ശക്തമാക്കിയാകും UDFന്റെ നീക്കം. മാസപ്പടി കേസിൽ എങ്ങനെ പ്രതിരോധം ഉയർത്തുമെന്ന് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പം മുതലെടുക്കാനാണ് UDFന്റെ ശ്രമം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിലെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വസ്തുതകളും പരസ്യമാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും നടത്താൻ വീണ വിജയനോ മുഹമ്മദ് റിയാസിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ED പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാനാവില്ല എങ്കിലും ED പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പ് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. മാത്രമല്ല ഹവാല ഇടപാട് ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിഷേധിക്കാനോ ഈ സിം കാർഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വേണ്ടി അത് ദുരുപയോഗം ചെയ്തു എന്നുള്ള പരാമർശങ്ങളെ പോലും പ്രതിരോധിക്കാനോ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്ക്, അത്തരമൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തിരിക്കുന്നത്. ED നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണ് എന്ന പ്രതിരോധം തീർക്കുകയായിരുന്നു CPM നേതൃത്വം. അതേസമയം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPI ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാട് വ്യക്തമാക്കി പരസ്യ പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ LDFിനുള്ളിലെ തന്നെ ഒരു ഘടകകക്ഷി നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം നടത്താതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നീക്കത്തിനെതിരെ ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്താതിരിക്കുന്നത് ഒട്ടും ആശാസ്യമല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ക്യാമ്പ് എത്തുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന കടുത്ത വിമർശനം കോൺഗ്രസ് ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതായത് ആരോപണങ്ങൾ വസ്തുതാപരമല്ല എന്ന്, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം ആ പദവിയിൽ തുടരാൻ, പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ തുടരാൻ പിണറായി വിജയന് അധികാരമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് അർഹതയില്ല എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ED നടത്തുന്നത് പകപോക്കൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അതിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ഒരു തീരുമാനം CPM ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും ആ ആയുധം സജീവമായി ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.